तुझसे अब जुदा, बिनती मेरी तुझसे है प्रभु, कि रहूं मैं तेरे घर सदा। देखूंगा सुंदरता तेरी हरदम, और ना होगा तुझसे अब जुदा। आनंद ऐसा और कहाँ, यीशु तू ही जीवन की हर खुशी। प्यासा हूँ मैं तेरे लिए, कब मिलूंगा तुझसे मसीह। आनंद ऐसा और कहाँ, यीशु तू ही जीवन की हर खुशी। प्यासा हूँ मैं तेरे लिए, कब मिलूंगा तुझसे मसीह। यीशु के चरणों में आराधना, हाथों को उठाकर आराधना, 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 यीशु के चरणों में आराधना। നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മധ്യസ്ഥപ്രാർത്ഥനകളുടെ സമയമാണല്ലോ. എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം തങ്ങളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനാ സ്തോത്രം ദൈവസന്നിധിയിൽ ധൂപമായി ചെല്ലട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനായി നന്ദി. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷിബു കെ ഡോക്ടർ അല്ലെങ്കിൽ ഷിബു കെ മാത്യു അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നീണ്ട വർഷം കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരുന്ന പാസ്റ്റർ എം കുഞ്ഞപ്പി നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും. സ്വന്തം എനിക്ക് അദ്ദേഹത്തെ ഷിബു പാസ്റ്ററുടെ പിതാവിനെ 45 വർഷത്തിൽ പരം പരിചയമുണ്ട്. സ്വത്രം. ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ അവിടുത്തെ ചർച്ചുകളിലൊക്കെ വന്ന് ശുശ്രൂഷിപ്പാനും അനേക സ്നാനങ്ങൾ നടത്തുവാനും ഒക്കെയും ആ പ്രിയ പിതാവിന് ദൈവം എടുത്ത് ഉപയോഗിച്ചു. സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അദ്ദേഹം വന്ന ദിവസം സ്തോത്രം തൃശ്ശൂരിൽ നിന്ന് ഒരു 3 പേര് സ്തോത്രം വന്ന് ഫ്ലൈറ്റിൽ നിന്ന് വന്ന് പെട്ടി കൊണ്ടുവന്ന് ഞാൻ വീട്ടിനകത്തോട്ട് വെച്ചു. അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് നടക്കുക. സ്തോത്രം. അന്ന് 3 പേരും കത്തോലിക്കര, മൂത്ത കത്തോലിക്കര, തൃശ്ശൂരിലെ കത്തോലിക്കരെന്ന് പ്രത്യേകിച്ച് പറയാമല്ലോ. സ്തോത്രം. അപ്പോൾ അവർ സ്തോത്രം 3 പേരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കുഞ്ഞപ്പി പാസ്റ്റർ അങ്ങോട്ട് പോയി. സ്തോത്രം. ഞാൻ അവർക്ക് വചനമെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആ 3 എണ്ണത്തിനെയും എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. 3 പേരല്ല മുങ്ങിയത്, പിന്നെയും ഒരു 7-8 പേരെ മുക്കാനായിട്ട് സ്വന്തം ദൈവാവസരം തന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, അതുപോലെ ദൈവം എടുത്ത് ഉപയോഗിച്ചൊരു ദൈവദാസനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ മകൻ സ്തോത്രം ഡോക്ടർ ഷിബു കെ മാത്യു അവരുടെ അദ്ദേഹം കേരള സ്റ്റേറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്തോത്രം അസിസ്റ്റൻറ്റ് ഓവർസിയറായിട്ട് ഇനിയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പദവികളൊക്കെ ഉണ്ട്. സ്തോത്രം. ഇവിടെ ഇനി സ്വർഗത്തിലെ പദവി വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളെല്ലാവരും എവിടെ ചെല്ലണം? നിത്യതയിൽ ചെല്ലണം. അതിനുള്ളൊരു യാത്രയിലാണ് നമ്മൾ. സ്തോത്രം. അതിനിടയ്ക്ക് ഹല്ലേലൂയ ഇങ്ങനെ ക്രോയിഡോണിലൊക്കെ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ വന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കുമാർ. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിൻ്റെ ദാസനെ വേദിയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അനുഗ്രഹീതമായ ഈ സമയത്തിനായി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ടി.എസ്. മാത്യു പാസ്റ്റർ അവറുകൾ, അമ്മാമ്മ, മക്കൾ,
ആ പ്രിയ കുടുംബത്തോടൊപ്പമായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദീർഘവർഷങ്ങളായി സൈപാസ്റ്ററുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള അവിടെയുള്ളൊരു ബെറ്റി ടീച്ചർ അറിയാം, ഓർക്കുന്നുണ്ട്? യെസ്, ഓക്കെ ഓക്കെ. ഒരു മോളും മോനും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഫേബായും കെവിനും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചർ പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തലോ, ദീർഘവർഷങ്ങളായിട്ടുള്ള അടുത്ത സ്നേഹബന്ധം പുലർത്തുവാൻ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രിയമുള്ളൊരു ദൈവദാസനാണ് ടി.എസ്. മാത്യു പാസ്റ്റർ. ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സജി പാസ്റ്ററെ, പ്രിയ ഏലിയാസ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും മനോഹര ഗാനങ്ങൾ ആലപിച്ച കൊയർ, മാന്യ സഹോദരിമാർ സഹോദരന്മാർ ഏവർക്കും വന്ദനം ഇത്തരണത്തിൽ അറിയിക്കുന്നു. വെയിൽസിൽ ഒരാഴ്ചത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ശേഷം നാട്ടിൽ പോയി. അതിനുശേഷം വെയിൽസിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അടുത്ത നെക്സ്റ്റ് വീക്കിലാണ് ആ പ്രോഗ്രാം. അങ്ങനെ അതിനോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസനോടും അമ്മയോടും ഇവിടെയുള്ള ദൈവമക്കളോടും ഒരുമിച്ച് ഇങ്ങനെ ഒരു ആരാധനയിൽ കൂടി സംബന്ധിക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരം ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. രാവിലെ ഒരു ആരാധനയിൽ ഞാൻ സംബന്ധിച്ചിട്ടാണ് വന്നത്. ഇങ്ങനെ ഒരു സമയം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയത് ഏറ്റവും ശ്രേഷ്ഠമായി ഞാൻ കരുതുന്നു. നമുക്ക് ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളെല്ലാവരെയും അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ദൃഷ്ടിക്ക് നമ്മൾ ആരും മറവല്ല. ആ സ്നേഹം നമ്മളെ മാടി വിളിക്കുക. നമ്മളിവിടെ കേട്ടല്ലോ, കഴിഞ്ഞ ആഴ്ച ചെയ്തതാകരുത് നമ്മുടെ വിഷയം, യേശു നമുക്ക് വേണ്ടി മരിച്ചതാണ് നമ്മുടെ വിഷയം. ക്രൈസ്തലോ, ആ സ്നേഹം നമ്മളെ മാടി വിളിക്കുക. ആ സ്നേഹം നമ്മളെല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുക. ആ സ്നേഹത്തിന് ചിലത് ഇന്ന് ഉച്ച കഴിഞ്ഞ സമയം നമ്മളിൽ ചെയ്യാനുണ്ട്. ചില അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളൊന്ന് അടുത്ത് ചെല്ലുവാൻ തയ്യാറായാൽ, നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ 10 സ്റ്റെപ്പ് സ്വർഗം നമ്മളോട് അടുത്ത് വരും. അതാണ് നമ്മളും കർത്താവുമായുള്ള ബന്ധം. അതുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായവങ്കൽ നീ ഓ കൈക്കൊള്ളാതെ തള്ളും എന്ന് ഒട്ടും വേണ്ട സംശയം. കൈക്കൊള്ളാതെ തള്ളും എന്ന് ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേ, ഭയവങ്കൽ നീ എന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഭയവൻ. പാളയത്തിന് പുറത്ത് കിടന്ന കുഷ്ഠരോഗികൾ പുറത്തു പോയതിനെ അകത്തു കൊണ്ടുവരുവാൻ അവരെ സ്നേഹിച്ച് അവരുടെ അടുക്കൽ ചെന്ന ഒരു കർത്താവ് കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം. 12 വർഷമായി എല്ലാം വിറ്റുതൊലച്ച് ചികിത്സ ചെയ്തിട്ടും സൗഖ്യം കാണാതെ വീടിന് പുറത്ത് ആക്കപ്പെട്ടതുപോലെ തള്ളപ്പെട്ട ഒരു സ്ത്രീ 38 വർഷം കുളക്കരയിൽ
ജീവിതം എന്ന് തീരും എന്ന് ശങ്കിച്ച് കിടന്ന ഒരുവന്റെ മേൽ, റോഡ് സൈഡിൽ ഭിക്ഷയാചിച്ച് തള്ളപ്പെട്ടിരുന്ന ഒരുവന് വേണ്ടി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ മാത്രം യാചിപ്പാൻ അറിവുള്ളവനായിരുന്ന ഒരു മനുഷ്യന്റെ മേൽ, ഇവരൊക്കെ തള്ളപ്പെട്ട അനുഭവങ്ങളിൽ കിടന്നവരായിരുന്നു. എന്നാൽ അവരുടെ അവസ്ഥയും സാഹചര്യവും അറിഞ്ഞ് അടുത്ത് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്: ആര് കൈക്കൊണ്ടില്ലെങ്കിലും അവൻ കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. അവൻ തള്ളുമെന്ന് ആശങ്ക വേണ്ട, അവൻ കൈവിടുമെന്ന് ആശങ്ക വേണ്ട. ഡോക്ടർമാർ കൈമലർത്തും, മരുന്നുകൾ ഫലിച്ചില്ലെന്ന് വരും, സുഹൃത്തുക്കൾ മിണ്ടാതെ മാറിപ്പോകും, സാഹചര്യങ്ങളും വീട്ടുകാരും നാട്ടുകാരും എതിരാകും. പക്ഷേ അവൻ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഈ വൈകിയ സമയം തിരുസന്നിധി ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. തുടർന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വേദപുസ്തകത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. ധന്യനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 14, അതാണ് നമ്മളൊന്ന് വായിക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമേറിയൊരു വാക്യം. Wake, sleeper, and arise from the dead, then Christ will shine on you. എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. എഫേസ്യർ 5:14, അതാണ് നമ്മുടെ വാക്യം, കുറിവാക്യം. ഹല്ലേലൂയ. 5-ാം അധ്യായം 14-ാം വാക്യം. പ്രിയമുള്ളവരെ, പുതിയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും ശക്തമേറിയ ഭാഗമാണ് ലേഖനങ്ങൾ. നമുക്കറിയാം, സുവിശേഷങ്ങൾ, ചരിത്ര പുസ്തകം, ലേഖനം, പ്രവചനം, ഇതെല്ലാം അടങ്ങിയതാണ് പുതിയ നിയമ പുസ്തകങ്ങൾ. ഈ ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ ലേഖനങ്ങളാണ് പൗലോസ് എഴുതിയ 14 ലേഖനങ്ങൾ. ഈ 14 ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം. ഏകദേശം 3.5 വർഷത്തോളം എഫേസോസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ പൗലോസ് താമസിക്കേണ്ടി വന്നു ഇങ്ങനൊരു സഭ തുടങ്ങുവാൻ. അതിന് ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കണം. പൗലോസ് എന്ന് പറയുന്ന ഭൃത്യനെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാടുകളുടെ ആധിക്യമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ചെന്ന് കാലുകുത്തിയാൽ അവിടെ ഒരു സഭയുണ്ടാകും. അദ്ദേഹം സംസാരിച്ചാൽ ജനം മാനസാന്തരപ്പെടും. എത്ര വലിയ വ്യക്തിയെയും പരിശുദ്ധാത്മ നിയോഗത്താൽ അദ്ദേഹം ഇടപെട്ട് കഴിയുമ്പോൾ മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കത്തക്കവണ്ണം ദൈവകൃപയുടെ ആധിക്യവും വെളിപ്പാടുകളുടെ ആധിക്യവുമുള്ളൊരു മനുഷ്യനായിരുന്നു ധന്യനായ പൗലോസ് ശ്ലീഹ. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളും അദ്ദേഹം സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് ആരെയെങ്കിലും വിട്ട് സ്ഥാപിച്ചതുമായ സഭകളാണ്. 7 സഭകളും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭകളായിരുന്നു. എന്ന് പറഞ്ഞാൽ വേദപുസ്തക ശാസ്ത്രത്തിൽ ഉരുവാക്കപ്പെട്ട സഭകളിൽ നല്ലൊരു ഭാഗവും ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്. എന്നാൽ അദ്ദേഹം സഭാസ്ഥാപനത്തിൽ ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടത് എഫേസോസിലായിരുന്നു. മറ്റെല്ലാ സഭകളും അല്പം കൂടി ഈസി ആയിരുന്നു സ്ഥാപിക്കുവാൻ. പക്ഷേ എഫേസോസ് അദ്ദേഹം വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, താമസിക്കുക 2 വർഷം കഴിഞ്ഞു, 3.5 വർഷം പൗലോസിനെ പോലെ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്താണ് എഫേസോസിൽ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടത്. ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സഭ കൂടാതെ പ്രവിശ്യയിൽ ബ്രാഞ്ച് സഭകളും അദ്ദേഹം സ്ഥാപിച്ച് നല്ല ഒരു പ്രവർത്തനം കർത്താവിന് വേണ്ടി ആ വലിയ പട്ടണത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചു. എഫേസോസിലെ പ്രവർത്തനങ്ങൾ ഇത്ര ബുദ്ധിമുട്ടാകാനുള്ള കാരണം എഫേസോസിനെ അടക്കി വാഴുന്ന ഒരു ദേവതയുണ്ടായിരുന്നു. ആ ദേവതയുടെ ശക്തി അപാര ശക്തിയായിരുന്നു. ആ ശക്തി ദേശം മുഴുവൻ കവർന്നു നിൽക്കുന്നത് കൊണ്ട് അതിനെ ഭേദിച്ച് ഒരു സഭ സ്ഥാപിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അവിടെ വളരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു നല്ലൊരു സഭ കെട്ടിപ്പടുക്കുവാൻ. പക്ഷെ ദൈവകൃപ അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് ഉറപ്പ് നൽകിയ കർത്താവിൻ്റെ സാന്നിധ്യവും തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് 3.5 വർഷമായപ്പോഴത്തേക്ക് എഫേസോസിൽ ഒരു സഭ അദ്ദേഹം കെട്ടിപ്പടുക്കുവാൻ ഇടയായി തീർന്നു. വേദപുസ്തകത്തിലെ
ഏറ്റവും ശക്തിയുള്ളൊരു സഭയായിരുന്നു എഫേസോസിലെ ദൈവ സഭ. ഈ സഭ സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹത്തിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം സഭകളെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ എഫേസോസിലുള്ള സഭകളെ ഓർത്ത് അദ്ദേഹം ജയിലിൽ കിടന്ന്, റോമിലാണ് ജയിലിൽ കിടക്കുന്നത്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാട് ഒട്ടും ആശാവഹമല്ലായിരുന്നു. അദ്ദേഹം കണ്ട വെളിപ്പാട് സഭയുടെ ആത്മീക തകർച്ചയുടെ വെളിപ്പാടായിരുന്നു. സഭ ആത്മീകമായി തകർന്നുപോയി, ക്ഷീണിച്ചു പോയൊരു വെളിപ്പാട്. അത് അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചു. അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. എഫേസോസിലുള്ള ദൈവമക്കൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ, അവൻ്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം അനുസരിക്കണമെന്ന് ബോധ്യം വന്നതുകൊണ്ട് എഫേസോസിലെ സഭകളിലുള്ള ദൈവമക്കൾ എല്ലാവരും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചവരായിരുന്നു. വേർപെട്ട് ജീവിക്കണമെന്ന് അറിവുള്ളത് കൊണ്ട് അവർ വേർപെട്ട് ജീവിക്കുവാൻ തയ്യാറായവരായിരുന്നു. സമർപ്പണ ജീവിതവും അവരിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാഭിഷേകം ദൈവമക്കൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു കരുതലും കൃപയും ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരെ മിക്കവരും തന്നെ അഭിഷേകം പ്രാപിച്ചവരും ആത്മാവിൽ ആരാധിക്കുന്നവരുമായിരുന്നു. എന്നാൽ ഈ ലേഖനം പൗലോസ് ശ്ലീഹ എഫേസോസിലുള്ള സഭയ്ക്ക് എഴുതുമ്പോൾ അവരുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തകർച്ച പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന് വെളിപ്പെടുത്തി. എന്താണെന്നറിയാമോ? അവരുടെ ആത്മീക ഔന്നത്യത്തെ കുറിച്ച് അവരെവിടെയോ മറന്നുപോയി, അല്ലെങ്കിൽ കൈമോശം വന്നുപോയി. ഒരിക്കലൊരു സ്പിരിച്വൽ മച്യൂരിറ്റി അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ വിശ്വാസം സംബന്ധിച്ച് ശിശുക്കളേക്കാൾ അവർ ബലഹീനമായിരിക്കുന്നു. ഒരാത്മീകം, സ്പിരിച്വാലിറ്റിയിൽ അവർ വളരെ റിച്ച് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ന് അവരുടെ സ്പിരിച്വാലിറ്റി വളരെ പൂവറാണ്, ബലഹീനമാണ്. ഒരു കാലഘട്ടത്തിൽ അവർ ശക്തരായ വിശ്വാസികളായിരുന്നു. എന്നാൽ ഇന്ന് അവർ വിശ്വാസത്തിൽ ബലഹീനരാണ്, ക്ഷീണിച്ചുപോയി. പൗലോസ് ശ്ലീഹ എഫേസോസിലുള്ള സഭയുടെ ആത്മീക അവസ്ഥയെ വെളിപ്പാട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു കാലഘട്ടത്തിൽ ആരംഭ ശൂരത്വവും വീരത്വവും ഒക്കെ അവർക്ക് പറയുവാനുണ്ടെങ്കിലും ഇന്ന് ദൈവസന്നിധിയിൽ അവർ കേവലം വട്ടപൂജ്യമാണ്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഉറങ്ങുന്നവരെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുവീൻ, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. എന്താ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്? എല്ലാം അറിയുന്നവൻ ഇന്നൊന്നും അറിയാൻ വയ്യാത്തവനെ പോലെ ഇരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുവാൻ കഴിയത്തില്ല. ആരാധനയുടെ ഗൗരവം അറിയാം, പക്ഷെ ആരാധിക്കാത്ത സമൂഹം. സ്തോത്രത്തിന്റെ ഗൗരവം അറിയാം, സ്തോത്രം പറയാത്ത സമൂഹം. അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കേണ്ടുന്നതിന്റെ ഗൗരവം അറിയാം, എന്നാൽ ആത്മാവിൽ ആരാധിക്കുവാൻ മടിയുള്ളൊരു സമൂഹം. പൗലോസ് ശ്ലീഹ അവരെ കുറിച്ച് മനസ്സിലാക്കിയ സത്യം, ഉണർന്നിരിക്കേണ്ടുന്ന ആവശ്യകത അറിയാമെങ്കിലും അവർ ഉറങ്ങുന്നവരായി മാറി. ആത്മീകമായി ഉറക്കം വന്നപ്പോൾ പരിശുദ്ധാത്മ വിവേചിച്ചു, നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് സ്പിരിച്വൽ ഡെത്ത് ആണ്, ആത്മീക മരണമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഉറങ്ങുന്നവനെ, മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റാൽ ക്രിസ്തു നിന്റെ മേൽ വീണ്ടും പ്രകാശിക്കും. എന്താ പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശാരീരിക മരണം എല്ലാവർക്കും വളരെ ചിന്തയുള്ളൊരു കാര്യമാണ്. ശാരീരിക മരണം ആരും ഇഷ്ടപ്പെടുന്നില്ല. ശാരീരിക മരണം സംഭവിക്കാതിരിക്കുവാൻ ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങളാ. എന്തിനാ? ശാരീരിക മരണം സംഭവിക്കാതിരിക്കുവാൻ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നേരെ, എഫേസോസിലുള്ള നമ്മളെ പോലുള്ള വിശ്വാസ സമൂഹത്തിന് നേരെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, ശാരീരിക മരണം സംഭവിച്ചാലും സ്വർഗത്തിലെത്താം, പക്ഷെ ആത്മീക മരണം സംഭവിച്ചാൽ സ്വർഗത്തിന്റെ പടിവാതിക്കലെത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ ഭയപ്പെടുന്നത് ശാരീരിക മരണത്തെയാ. മരിക്കരുത്, എന്ത് സംഭവിക്കും, വേണ്ട, ഇച്ചിരൂടെ ജീവിക്കണം. പക്ഷെ സ്വർഗം ഭയപ്പെടുന്നത് നമ്മുടെ ആത്മീക മരണത്തെയാ. ആത്മീക മരണം സംഭവിച്ചാൽ വർഷങ്ങളുടെ ചരിത്രത്തിൽ ഒരു പ്രയോജനവുമില്ല, പാരമ്പര്യത്തിന്റെ പഴക്കത്തിൽ ഒരു പ്രയോജനവുമില്ല, പറയാനുള്ള മേന്മയിൽ സ്വർഗം പ്രസാദിക്കത്തില്ല. ഇന്ന് പകൽ എഫേസോസിലെ സഭയോട് ദൂതറിയിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൂതറിയിക്കുക, ആത്മീക മണ്ഡലത്തിൽ മയക്കമോ ഉറക്കമോ ക്ഷീണമോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സമൂഹത്തെ കർത്താവിന് ആവശ്യമുണ്ട്. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ.
ഒരു പ്രസിദ്ധനായ ചരിത്രകാരൻ, ഒരു ഹിസ്റ്റോറിയൻ റഷ്യ സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം റഷ്യയിൽ എത്തി. അന്ന് ഈ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം ഒരു മാപ്പ് കരസ്ഥമാക്കി, ഒരു മാപ്പ് മേടിച്ചു. ആ മാപ്പിനകത്ത് എല്ലാം ഉണ്ട്. ഒരു ടാക്സി അദ്ദേഹം ഹയർ ചെയ്തു, യാത്ര ആരംഭിച്ചു. ഈ മാപ്പിൽ അദ്ദേഹം നോക്കിയപ്പോൾ ഇല്ലാത്തതൊന്നുമില്ല. വളരെ ചെറിയ സ്ഥാപനങ്ങൾ പോലും ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുക. ഹോട്ടൽസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജുകളുണ്ട്, എല്ലാം ഈ റവന്യൂ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഉണ്ട്. എല്ലാം ഈ മാപ്പിനകത്തുണ്ട്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ആരോടും ചോദിക്കണ്ടായല്ലോ, അന്വേഷിക്കണ്ടായല്ലോ, എല്ലാം ക്ലിയർ ആയിട്ട് ഇതിനകത്തുണ്ടല്ലോ. വലിയ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു പോയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പല ചർച്ചുകൾ ഇങ്ങനെ നിൽക്കുക, ചില ചർച്ചുകൾ ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം നേരെ മാപ്പിലൊന്ന് നോക്കാൻ കാരണം ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് ഇത്രയും നേരം മാപ്പിൽ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ ചർച്ച അവിടെ കണ്ട് മാപ്പിൽ നോക്കിയപ്പോൾ ആ ചർച്ചുകളൊന്നും ഈ മാപ്പിലില്ല, ഒരു ചർച്ചും ഈ മാപ്പിലില്ല. അദ്ദേഹം ഡ്രൈവറോട് ചോദിച്ചു, എല്ലാം ഇതിനകത്തുണ്ട്, നിസ്സാര സ്ഥാപനങ്ങൾ പോലും ഈ മാപ്പിലുണ്ട്, പക്ഷെ ഇത്രയും വലിയ ചർച്ചുകളൊക്കെ ഇവിടെ നിന്നിട്ട് ഈ മാപ്പിനകത്ത് ഈ ചർച്ചുകളൊന്നും കാണുന്നില്ലല്ലോ. ഡ്രൈവർ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, സാർ, ഇത് വെറും റഷ്യയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് റഷ്യയാണ്. ഇവിടെ ഞങ്ങൾ ചർച്ചുകൾ മാപ്പിൽ അടയാളപ്പെടുത്തത്തില്ല. എന്തടയാളപ്പെടുത്തിയാലും ചർച്ച് ഒരു കാരണവശാലും ഞങ്ങളുടെ മാപ്പിൽ കാണത്തില്ല. കാരണം റഷ്യയിൽ വരുന്ന ഒരുത്തൻ ചർച്ച് അന്വേഷിച്ച് അവൻ കണ്ടുപിടിക്കരുത്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. വീണ്ടും ഈ വാഹനം ഇങ്ങനെ പോകുക. ഈ വാഹനം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം ഒരു ചർച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ചുമ്മാതെ കാണത്തില്ലെന്ന് വിചാരിച്ച് ഈ മാപ്പിലോട്ട് നോക്കിയപ്പോൾ ആ ചർച്ച് ഈ മാപ്പിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ ഡ്രൈവറോട് ചോദിച്ചു, ഈ ചർച്ച് എന്താ ഈ മാപ്പിൽ വന്നിരിക്കുന്നത്? ബാക്കിയൊന്നുമില്ല, നീ പറഞ്ഞല്ലോ ചർച്ചുകൾ വരത്തില്ല, പക്ഷെ ഈ ചർച്ച് എന്താ ഈ മാപ്പിൽ വന്നിരിക്കുന്നത്? ചിരിച്ചുകൊണ്ട് ആ ഡ്രൈവർ മറുപടി പറഞ്ഞു, സാർ, അത് പണ്ടൊരു ചർച്ചായിരുന്നു, എന്നാൽ ഇന്ന് അതൊരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിനകത്ത് സാർ കയറി നോക്കിയാൽ ചില ഫോസിലുകൾ അതിനകത്ത് ഇരിക്കുന്നത് കാണാം. ഈ ഫോസിലുകൾക്ക് പണ്ടൊരു ചരിത്രം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഫോസിലുകളുടെ ചരിത്രം? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിക്കുന്നവരായിരുന്നു, ഞങ്ങൾ ഓടുന്നവരായിരുന്നു, ഞങ്ങൾ ചാടുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ഫോസിലുകൾക്ക് മിണ്ടാൻ കഴിയത്തില്ല. കാരണം അവ എന്തായി മാറി? ഫോസിലുകളായി മാറി. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ വന്ന് ആരെങ്കിലും ഇനി ചർച്ച അന്വേഷിച്ച് നടന്നാൽ ഈ ചർച്ചിലെത്തിയാൽ അവർ കാണേണ്ടത് മ്യൂസിയമാണ്. അതുകൊണ്ട് ഞങ്ങൾ മ്യൂസിയം എന്ന് പേരിട്ടിട്ടില്ല, ഇന്ന് ഞങ്ങൾ ചർച്ച് എന്നുള്ള പേരിൽ നിർത്തിയിരിക്കുക. കാരണം ഇവിടുത്തെ ചർച്ചിന് ഈ വിലയെ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. പണ്ടുണ്ടായിരിക്കാം, എന്നാൽ ഇന്ന് മ്യൂസിയവും കേവലം ഫോസിലുകളും. എന്തർത്ഥവത്തായ ഒരു ചിന്തയാണ് അവിടെ സംഭവിച്ചത്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തോട് ദൈവാത്മ നിയോഗിതനായി ഞാൻ പറയട്ടെ, ഇത് ഫോസിലുകളുടെ ഒരു കൂട്ടമല്ല, ഇത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു കൂട്ടമാണ്. പണ്ട് ഇളക്കിമറിച്ച് ആരാധനയുടെ ചരിത്രം ഇന്ന് വിലപ്പോകത്തില്ല. പണ്ട് നിർത്താതെ അന്യഭാഷ പറഞ്ഞതിന്റെ ചരിത്രം കൊള്ളാം, പക്ഷെ ഇന്ന് ഗുണം ചെയ്യത്തില്ല. പണ്ട് ഉണർവിന്റെ വ്യാപാരം എന്നിലുണ്ടായാൽ ഞാൻ ആരായിരുന്നെന്ന് അറിയാമോ? വേണ്ട, ദൈവസന്നിധിയിൽ വിലപ്പോകത്തില്ല. പരിശുദ്ധാത്മാവൻ അറിയേണ്ടത് ഇന്ന് നീ എങ്ങനെയായിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കേവലം ഫോസിലുകളെ പോലെ പിശാചേതെങ്കിലും മണ്ഡലത്തിൽ ഒതുക്കിക്കളഞ്ഞ ഒരു ആത്മീക ചരിത്രമാണോ എനിക്കും നിങ്ങൾക്കും പറയുവാനുള്ളത്? എങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവാത്മാവ് ശക്തമായി നമ്മളോട് സംസാരിക്കുന്നു. Arise from the dead, then Christ will shine on you. നീ ഉണർന്ന് എഴുന്നേറ്റാൽ ഇന്നുച്ചയ്ക്ക് ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുവാൻ പോകുക. അവൻ പ്രകാശിച്ചാൽ ഇരുണ്ട വഴികൾ വെളിച്ചമായി തീരും, അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പകൽ അവന്റെ വെളിച്ചത്തിന്റെ മുന്നിൽ ഒരു ശക്തിയും പിടിച്ചു നിന്ന ചരിത്രമില്ല. അതുകൊണ്ടാണ് മാറോട് ചേർന്നിരുന്ന ശിഷ്യൻ വിളിച്ചു പറഞ്ഞു, അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരുടെ മുന്നിൽ പൈശാചികൻ കെട്ടിയിരിക്കുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ അറുത്തുമാറ്റുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചോ, ഏറ്റെടുത്താട്ടെ. ഒരു ദൈവശക്തി ചില രോഗശക്തികളുടെ മേൽ വ്യാപരിച്ച് ചിലരെ ബലപ്പെടുത്തുന്ന സമയമായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഷെഫീൽഡിൽ ഒന്ന് ജസ്റ്റ് ഒരു വീട്ടിലൊന്ന് കാണാൻ വേണ്ടി പോയി. അവിടെ എന്നെ കൊണ്ടുപോയി സഹോദരൻ പറഞ്ഞു, ഇതിനപ്പുറത്ത് ഒരു പബ്ബുണ്ട്. പബ്ബ് എന്ന് നിങ്ങൾക്കറിയാം, ബാറ് ഉണ്ട്. ആ ബാറിന്റെ പേരെന്താ അറിയാമോ? ദ ചർച്ച്. പേരാ
ബാറിൻ്റെ പേര്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ? പണ്ടൊരു ചർച്ച ആയിരുന്നു. ആ ചർച്ച ആര് മേടിച്ചു? പബ്ബുകാർ മേടിച്ചു. പേര് മാറ്റിയില്ല, ദ ചർച്ച് എന്നാ പേര്. പോയ പോക്ക് നോക്കിക്കേ, കൈവിട്ടു പോയ പോക്ക് നോക്കിക്കേ. ക്രോയിഡോണിലുള്ള ദൈവസഭയോട് പരിശുദ്ധാത്മാവിനൊരു ദൂതുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ഫോസിലുകളല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഒരു കൂട്ടം ദൈവജനമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരാരാധനയിൽ ഒരു ദൈവശക്തിയുടെ പ്രവാഹം നമ്മളിൽ ഉണ്ടാകണം. ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. ഓരോ ആരാധന കഴിയുമ്പോൾ ക്രൂശിനോട് അടുക്കണം. ഞാൻ തുറന്നു പറയുക, സഭകൾ സോഷ്യൽ ഗ്യാദറിങ്ങിന് വേണ്ടിയുള്ള സ്ഥലങ്ങളല്ല. ഇതൊരു സോഷ്യൽ ഗ്യാദറിംഗ് അല്ല. ഇത് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടമാ, സമർപ്പിക്കുന്നവരുടെ കൂട്ടമാ, അനുതാപത്തോടെ കണ്ണുനീര് പൊഴിക്കുന്നവരുടെ കൂട്ടമാ. ഇന്ന് സഭകളെ കേവലം സോഷ്യൽ ഗ്യാദറിംഗ് ആക്കി പിശാച് അടിച്ച് ഒതുക്കിയിരിക്കുമ്പോൾ ക്രോയിഡോണിലുള്ള ദൈവസഭ സോഷ്യൽ ഗ്യാദറിംഗ് അല്ല, ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു കൂട്ടം ജീവനുള്ള ദൈവമക്കളായി തീരുവാൻ. അനേക സഭകൾ ഇന്ന് സോഷ്യൽ ഗ്യാദറിംഗ് ആയിട്ട് മാത്രം അവർ കാണുമ്പോൾ നമ്മൾ സോഷ്യൽ ഗ്യാദറിംഗ് അല്ല, ആരാധിക്കാൻ വരുന്നവരുടെ കൂട്ടമാകട്ടെ, സ്തുതിക്കാൻ വരുന്നവരുടെ കൂട്ടമാകട്ടെ, ഉണർവിന്റെ ശക്തി വ്യാപരിക്കുന്നവരുടെ കൂട്ടമാകട്ടെ, അഭിഷേകത്തിന്റെ പുത്തൻ ഉണർവ് ഏറ്റെടുക്കുന്നവരുടെ കൂട്ടമാകട്ടെ. ഇന്ന് ചർച്ചകൾ അറിയപ്പെടുന്ന സോഷ്യൽ ഗ്യാദറിംഗ്. ഒരു ബന്ധം വേണ്ടേ, ഒരു ബന്ധം വേണ്ടേ എന്ന് പറഞ്ഞ് സഭകൾ തേടിപ്പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഓരോ സഭായോഗം കഴിയുമ്പോഴും തൃപ്തിയോടെ മടങ്ങണം. എൻ്റെ കർത്താവിനിൽ പ്രസാദിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആ ശ്രദ്ധ നമ്മളിൽ, ഈ ഉച്ച കഴിഞ്ഞ സമയം ആ ശ്രദ്ധ നമ്മളിൽ ഒന്ന് ആകർഷിക്കത്തക്കവണ്ണം ആ ഉറക്കത്തെ വിട്ട് എഴുന്നേൽക്കുവാൻ ഒരുക്കമുള്ള ഒരു സമൂഹത്തെ കർത്താവിന് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശക്തിയുടെ മേൽ ക്രിസ്തു ശക്തി വെളിപ്പെടുത്തും. നമ്മുടെ ആരോഗ്യത്തിന്റെ മേൽ ക്രിസ്തുവിന്റെ ആരോഗ്യം വെളിപ്പെടും. നമ്മുടെ ബലത്തിന്റെ മേൽ സ്വർഗീയ ബലം വെളിപ്പെടും. അല്പസമയം എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ബലഹീനതകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അസ്വസ്ഥതകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. മയക്കത്തെ വിട്ടെഴുന്നേൽക്കാം, ക്ഷീണത്തെ വിട്ടെഴുന്നേൽക്കാം, തളർച്ചകളെ വിട്ടെഴുന്നേൽക്കാം. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പീൻ. ഓ റബ ശംദന റഗല. എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ക്രിസ്തുവിന്റെ പദ്ധതിയാണ്, ബൈബിളിന്റെ പദ്ധതിയാണ്. എറൈസ്, എഴുന്നേൽക്കുക. പിശാചിന്റെ പദ്ധതിയാണ് ഇരുത്തുക, ഒതുക്കുക, തകർക്കുക. എഴുന്നേൽക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ പദ്ധതിയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ചില ചിന്തകൾ എൻ്റെ ഉള്ളിൽ കൂടി കടന്നു. ഞാൻ വളരെ വേഗം എൻ്റെ വാക്കുകളുടെ ഉപസംഹാരത്തിലേക്ക് കൊണ്ടുവരും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് ചിലരോട് സംസാരിക്കാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കേണ്ട, നമുക്കറിയാം, ഞാനങ്ങ് പറയുക. 5-ാം അധ്യായം വായിക്കുമ്പോൾ യേശു ഒരുവനെ തേടി ചെല്ലുന്ന ഒരു രംഗം നമുക്ക് കാണാം. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് തുല്യം ആ സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരെന്താ? ബെഥെസ്ദാ കുളക്കര. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് തുല്യമാ. OP ഒത്തിരി തുടങ്ങി. അപ്പോൾ OPയിൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയാണ്ട് 1 തുറന്ന് 2 തുറന്ന് 3 തുറന്ന് 5 OP ഏത് രോഗത്തിനും അവിടെ ഓക്കെയാ, നോ പ്രോബ്ലം, വന്നാൽ മതി. അതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത്രയ്ക്ക് വലിയൊരു സ്ഥലമായിരുന്നു ബെഥെസ്ദാ കുളക്കര. അതുപോലെ ഒരു ഹോസ്പിറ്റൽ ഇന്ന് വരെ ലോകം കണ്ടുപിടിച്ചിട്ടില്ല. വരുന്ന ആർക്കും സൗഖ്യം. അതിനുവേണ്ടി 5 ഡോറുകൾ വെച്ചിരിക്കുക ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി. അതായിരുന്നു ആ സ്ഥലത്തിന്റെ പ്രത്യേകത. അവിടെ 38 വർഷമായി രോഗിയായി കിടന്ന ഒരുവനുണ്ട്. അവന്റെ ചരിത്രം 38 വർഷത്തെ ചരിത്രമാ. പക്ഷെ ആ ചരിത്രം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നു. സീനിയോറിറ്റി എന്നും ഒരു അനുഗ്രഹമാ. അത് വീട്ടിലായാലും സഭയിലായാലും ജോലി സ്ഥലത്തായാലും സീനിയോറിറ്റി ഒരു അനുഗ്രഹമാ. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ സീനിയോറിറ്റി ഒരു ശാപമാ. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഏത് രോഗവും ദൈവം സൗഖ്യമാക്കും. അതുകൊണ്ടാണ് അവർ മണ്ഡപങ്ങളൊക്കെ കെട്ടിക്കൊടുത്തത്. ഏത് രോഗത്തിനും സൗഖ്യമുണ്ട്. ഇന്ന രോഗികളെ ഇങ്ങോട്ട് വരാവുന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. ഏത് രോഗത്തിനും സൗഖ്യമാ. അതുകൊണ്ട് ദൈവവിശ്വാസം അവർക്ക് വളരെ ശക്തമാണ്. ഈ ശക്തിയുള്ള ദൈവവിശ്വാസമാണ്
ഈ മനുഷ്യനെയും ഈ കുളക്കരയിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ആ കുളത്തിൽ ഇറങ്ങുവാൻ കഴിയാതെ പോയൊരു ഹതഭാഗ്യനായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 30 വർഷം ഒരു രോഗം നിന്നാലും ദൈവം സൗഖ്യമാക്കും. 35 വർഷം ഒരു രോഗം നിന്നാലും ദൈവം സൗഖ്യമാക്കും. 36 വർഷം രോഗം നിന്നാലും ദൈവം സൗഖ്യമാക്കും. 37 വർഷം രോഗം നിന്നാലും സൗഖ്യമാക്കും. എന്നാൽ ഒരുവന്റെ രോഗമോ പ്രതിസന്ധിയോ 38ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകും. ആ ഡിക്ലറേഷൻ മതത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ദൈവം തള്ളിയവനെ പിന്നെ നമുക്കെന്തിനാ? 38 എന്ന് പറയുന്നത് അവിശ്വാസത്തിൻ്റെ വർഷമാണ്. ദ ഇയർ ഓഫ് അൺബിലീഫ്, അവിശ്വാസത്തിൻ്റെ വർഷം എന്ന് പറഞ്ഞാൽ ദൈവം വേണ്ടെന്ന് വെച്ച വർഷം. ദൈവം തള്ളിയവനെ പിന്നെ നമുക്കെന്തിനാ? പുരോഹിതന്റെ പ്രഖ്യാപനം വരും, ദൈവം അവനെ തള്ളി, ഇനി അവന് സൗഖ്യമുണ്ടാകത്തില്ല, നമുക്കിനി അവനെ ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ പോർഷനൊന്നും അവനെ തേടി ബെഥസ്ദാ കുളക്കരയിൽ വരത്തില്ല. അപ്പനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാൻ വരത്തില്ല. വീട്ടിൽ വരുന്ന ഗസ്റ്റ് എന്നാൽ അവനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് ബെഥസ്ദാ കുളക്കരയിൽ വരത്തില്ല. എന്ന് പറഞ്ഞാൽ അവനെ ദൈവം തള്ളി, പിന്നെ നമുക്കെന്തിനാ? ഇതാണ് ചിന്ത. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇപ്പോൾ ഇനി അവനെ സംബന്ധിച്ചിടത്തോളം ഏക പ്രതീക്ഷ ഇവിടെ കിടന്ന് എന്തെങ്കിലും ചാകുമ്പോൾ ശരീരം ആ മണ്ണിനോട് അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ ചത്ത ശരീരം ആരെങ്കിലും എവിടെയെങ്കിലും വലിച്ചെറിയും. അവിടെ കിടന്ന് ഞാൻ അവിടെ മണ്ണിനോട് അലിഞ്ഞ് എൻ്റെ ശരീരം തീരും. ഈ ഒരൊറ്റ പ്രതീക്ഷയുമായി കുളക്കരയിൽ കിടന്ന ഒരുവനെ തേടി 38ാമത്തെ വർഷം, ലോകം നോ എന്ന് പറഞ്ഞ വർഷം തേടി വന്ന ഒരുവനുണ്ട്. അത് സിനഗോഗിലെ മഹാപുരോഹിതനോ പ്രസവിച്ച അമ്മയോ ജനിപ്പിച്ച അപ്പനോ അല്ല. തേടി വന്നത് അവൻ്റെ പ്രാണന്റെ ഉടയവനായിരുന്നു. ഈ ഉച്ച കഴിഞ്ഞ സമയം അതുപോലെ നമ്മളെ തേടി അവനിവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കൃപയാൽ നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യമാ ദൈവമക്കളായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമാ. ഹല്ലേലൂയ. ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമാ. 2 കർമ്മങ്ങളാണ് ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഒന്ന് വിശ്വാസ സ്നാനവും, 2 തിരുമേശയും. ഇതിനപ്പുറം ഒന്നുമില്ല. വിശ്വാസ സ്നാനം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് വചനത്തിൻ്റെ ഉറപ്പാണ്. ദൈവവചനം അനുസരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരുവൻ സ്നാനപ്പെട്ടേ മതിയാകൂ. അവൻ തിരുമേശയിൽ ഭാഗവക്കായേ മതിയാകൂ. ബൈബിൾ ഒരു കോംപ്രമൈസിന്റെ പുസ്തകമല്ല. ബൈബിൾ ഒരു ഓപ്ഷന്റെ പുസ്തകമല്ല. ഇതില്ലെങ്കിൽ മറ്റേതൊന്നില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഊവെന്നും ഇല്ലെന്നുമാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് നമ്മൾ ഏകീഭവിക്കുവാനും സാദൃശ്യപ്പെടുവാനും താല്പര്യമുണ്ടെങ്കിൽ യേശു യോർദാനിൽ മുങ്ങി പൊങ്ങിയതുപോലെ യേശുവിന്റെ കൽപ്പന നമ്മൾ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. പാപത്തെ വെള്ളത്തിൽ കുഴിച്ചിട്ടിട്ട് എന്ന് പറഞ്ഞാൽ മരിച്ച ശരീരത്തെ മണ്ണിൽ കുഴിച്ചിടുന്നത് പോലെ നമ്മുടെ പാപത്തെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പുതുജനനം പ്രാപിക്കുന്ന അനുഭവം, അതാണ് വെള്ളത്തിൽ നമ്മുടെ പാപ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പുതുജനനം പ്രാപിച്ചെഴുന്നേൽക്കുന്ന വീണ്ടും ജനനത്തിന്റെ അനുഭവം. അതാണ് ബൈബിൾ വിഭാവനം ചെയ്യുന്ന ക്രിസ്തീയ ജീവിതം. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയും അവൻ്റെ ജീവിതത്തിൽ ഇല്ല. ആർക്കും അവനെ സഹായിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഒറ്റപ്പെട്ടു പോയതിനെയും അലഞ്ഞു പോയതിനെയും 100 ആടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ട ആടിനെ തേടി ഒരു ഇടയൻ അലഞ്ഞതുപോലെ അവനെ തേടി കുളക്കരയിലേക്ക് ചെന്ന ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേരാ യേശു ക്രിസ്തു. ഇന്ന് പകലും ഒറ്റപ്പെട്ടിരിക്കുന്നതിനെയും തകർന്നിരിക്കുന്നതിനെയും മനസ്സ് വേദനയോടിരിക്കുന്നതിനെയും നാളെ ഓർത്ത് ആകുലപ്പെടുന്നതിനെയും തേടി ഇന്ന് ഉച്ചയ്ക്ക് അവൻ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യും? നമ്മുടെ അടുക്കൽ അവൻ്റെ സാന്നിധ്യമുണ്ട്. ആഗ്രഹിക്കുന്ന ചിലരെ തൊടുവാൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ചിലതിനെ മാറോട് അണയ്ക്കുവാൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ബലഹീനതയോടെ ഇരിക്കുന്ന ചിലതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഈ ആരാധനയിൽ ആ ദൈവശക്തി നമ്മളൊന്ന് അനുഭവിക്കട്ടെ. ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാം. റമന ശംദന റിഗനെ വൈഡമന പ്രൗഢമന ബബ. യേശുവിന്റെ നാമത്തിൽ ചില രോഗങ്ങളുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് വിളിക്കുവാൻ നോക്കിയാൽ അവനെ വിളിക്കാൻ പറ്റിയ പേരുകളൊക്കെ ഹോപ്പ്ലെസ് പേഴ്സൺ, ഹെൽപ്ലെസ്, ഇതൊക്കെ അവന് പറ്റിയ പേര്. ഒരു ഗുണവും മണവും ഇല്ലാത്തവൻ, ഒരു പ്രയോജനമില്ലാത്തവൻ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തവൻ. കാരണം 38ാമത്തെ വർഷം അവനെ കൊണ്ടെത്തിച്ചത് ഈ അവസ്ഥയിലാണ്. അതിനുള്ളൊരു തെളിവാണ് യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹോസ്പിറ്റലിൽ പോയി
ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്നവരുടെ അടുക്കൽ വന്ന് രോഗം സൗഖ്യമാകാനാണോ വന്നതെന്ന് ചോദിച്ചാൽ എന്ത് വിരോധാഭാസമാ. എടാ, 38 വർഷമായി ഈ കുളത്തിലൊന്ന് വീണെന്ന് സൗഖ്യമാകാൻ വന്നു കിടക്കുന്നവനോട് യേശു ചോദിക്കുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? എന്താ യേശു ചോദിക്കാൻ കാരണം? 38 വർഷം എന്നൊരു സിസ്റ്റം അവനും അറിയാമായിരുന്നു, യേശുവിനും അറിയാമായിരുന്നു. ഇനി ഒരു മടങ്ങി വരവ് എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നവൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം ഗ്യാരണ്ടി പറയാം, ലോകം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതിനെ അംഗീകരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സുഹൃത്തുക്കൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതിനെ അംഗീകരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. സമൂഹം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതിനെ അംഗീകരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഇന്ന് പകൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി മരുന്നുകൾക്കപ്പുറത്തൊരു ചരിത്രം രചിക്കുവാൻ, ഡോക്ടറുടെ കഴിവിനപ്പുറം ഒരു ചരിത്രം രചിക്കുവാൻ, ഹോസ്പിറ്റലിന്റെ നിയന്ത്രണത്തിനപ്പുറം ഒരു അത്ഭുതം ചെയ്യുവാൻ എത്ര പേർ വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യും? ഓ റബ ശംദന റഗന. നമ്മുടെ ജോലി സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന ബോസിനപ്പുറം ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഇന്ന് പകൽ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ചിലരിൽ ദൈവവിശ്വാസം അതിന്റെ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടട്ടെ. ചില അസ്വസ്ഥതകൾ മാറട്ടെ, ചില ഭയങ്ങൾ മാറട്ടെ, ചില ഭീരുത്വങ്ങൾ മാറട്ടെ, ചില തളർച്ചകൾ മാറട്ടെ. ദൈവശക്തി ശരീരങ്ങളുടെ മേൽ ഓ കൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ ഒറ്റ വാക്കിന്റെ മുന്നിൽ അവന്റെ മേൽ ശക്തി വ്യാപരിച്ചു. ദൈവവചനം പ്രസംഗിക്കുമ്പോഴും ദൈവമക്കൾ അത് പ്രതീക്ഷിക്കണം. കാരണം യേശു ആണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മുടെ കാതിൽ മുഴങ്ങുമ്പോൾ എന്നിലും നിങ്ങളിലും ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ 38 വർഷക്കാരൻ ചാടി എഴുന്നേറ്റതുപോലെ ഇന്ന് പകലും ഉറക്കത്തിൽ നിന്നും മയക്കത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ യേശുവിന്റെ വചനത്തിന് കഴിയും. വിശ്വസിച്ച് സ്തോത്രം ചെയ്യണം. യേശുവിനോട് പറഞ്ഞ വാചകം നമുക്കറിയാം, എറൈസ് ആൻഡ് പിക്ക് അപ്പ് യുവർ പാലറ്റ് ആൻഡ് വാക്ക്. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാം. ആ ഒറ്റ വാക്കിന്റെ മുന്നിൽ 38 വർഷമായി ബന്ധിച്ച ബന്ധനത്തെ കർത്താവ് അഴിച്ചുവെങ്കിൽ, കഴിഞ്ഞ 1 വർഷമായി ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ, 6 മാസമായി ഒതുക്കിയ ചില ബന്ധനങ്ങൾ, കഴിഞ്ഞ 2 വർഷമായി തളർത്തിയ ചില പോരുകൾ, ചില 5 വർഷമായി ബലഹീനമാക്കിയ ചില മണ്ഡലങ്ങൾ, ആത്മീയത മാത്രമല്ല ശാരീരികത മാത്രമല്ല ഭൗതിക മണ്ഡലങ്ങളിൽ പോലും ഒതുക്കിയ ചില ബന്ധനത്തിന്റെ കെട്ടുകൾ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി അറുത്തു മാറ്റുവാൻ കഴിവുള്ളവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിച്ചൊന്ന് ഏറ്റെടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറട്ടെ, ചില ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറട്ടെ, ചില ഇരുട്ടിന്റെ പോരുകൾ വഴിമാറട്ടെ. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ചില ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറട്ടെ. ഓ റാബ ശംദന റഗല പ്രൗഢമന സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു അവനെ സൗഖ്യമാക്കി. ഞാനിനി അവിടെ ഒത്തിരി നിൽക്കുന്നില്ല, സമയം കുതിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട്. യേശു പല സ്ഥലങ്ങളിൽ പോയതിന് ശേഷം പോകുന്ന വഴിക്ക് ഒരു ദേവാലയം കണ്ടു. യേശു അവിടെ നിന്ന് കയറി. കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ദേവാലയം കാണുമ്പോൾ യേശു അവിടെ കയറും. യേശു കയറുമെങ്കിൽ നമ്മൾ എത്രയധികം നമ്മൾ കയറണം. പ്രൈസ് ദി ലോർഡ്. ആ പോകുന്ന വഴിക്ക് ആലയം കണ്ടപ്പോൾ യേശുവിനൊരു താല്പര്യം, എന്നാന്ന് കയറിയേക്കാം. യേശുവിന് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. പല ഇടങ്ങളിൽ ബൈബിളിൽ കാണാം. സമയം ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. യേശു ആലയത്തിൽ കയറി ആരാധിക്കുന്നവരെയും തുള്ളിച്ചാടുന്നവരെയും ഒക്കെ നോക്കിയപ്പോൾ യേശുവിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു. എന്താണെന്നറിയാമോ? അല്പം മുമ്പേ ഞാൻ സൗഖ്യമാക്കിയവൻ ആലയത്തിൻ്റെ മുന്നിൽ നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ഉള്ളം നിറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ സൗഖ്യമാക്കിയത് വെറുതെ ആയില്ലല്ലോ, ഞാൻ വിടുവിച്ചത് വെറുതെ ആയില്ലല്ലോ, ഞാനൊരു അത്ഭുതം ചെയ്തത് വെറുതെ ആയില്ലല്ലോ. ഇന്ന് പകൽ സ്വർഗം നമ്മളെ ഒന്ന് സ്ക്രീൻ ചെയ്താൽ സ്വർഗത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുമോ അതോ ദുഃഖിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളോടൊരു ചോദ്യമാ, കർത്താവ് നമ്മളെ ഒന്ന് നോക്കിയാൽ സൗഖ്യമാക്കിയത് വെറുതെ ആയി പോയി എന്ന് കർത്താവിന് തോന്നുമോ? വിടുവിക്കണ്ടായിരുന്നു എന്ന് കർത്താവ് ചിന്തിക്കേണ്ടി വരുമോ? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സ്വർഗം ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരുന്ന ആത്മീയതയാണോ
ആത്മീകതയാണോ നമുക്കുള്ളത്, അതോ കർത്താവ് സന്തോഷിക്കുന്ന ആത്മീകതയാണോ? എഫേസോസിലുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് റീതിങ്ക് ചെയ്യുന്ന ഒരാത്മീകതയിലേക്ക് പിശാച് അവരെ ഒതുക്കിക്കളഞ്ഞു. അതുകൊണ്ട് ക്രിസ്തു അവരുടെ കൂടെ ഇല്ലായിരുന്നു. എന്നാൽ ക്രോയിഡോണിലുള്ള ദൈവസഭയിലുള്ള ദൈവമക്കളെ, ഇന്ന് പകൽ ക്രിസ്തു നമ്മളെ ഓർത്ത് ദുഃഖിക്കരുത്. അവൻ നമ്മുടെ കൂടെ നിൽക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചാൽ, എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ആ ക്രിസ്തു നമ്മളോട് ചേർന്ന് നിന്നാൽ ഏത് വലിയ ശക്തികളും അടിയറവ് പറയിപ്പിക്കത്തക്കവണ്ണം ഇന്നും കഴിവുള്ളവന്റെ പേരാ യേശു ക്രിസ്തു. ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആരടുത്ത് നിൽക്കുന്നതിലും ശ്രേഷ്ഠം കർത്താവ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാ. ഇവിടെ എത്ര ബലവാന്മാർ അടുത്ത് നിന്നാലും നാളെ അവർ അകന്നു പോകുന്നവരാ. ഇവിടെ ആരെങ്കിലും അടുത്ത് നിൽക്കുന്നു എന്ന് വിചാരിച്ച് സന്തോഷിക്കരുത് കേട്ടോ. ഇവിടുത്തെ എല്ലാ അടുത്ത് നിൽപ്പും ഒരു ഷോർട്ട് പീരീഡിലേക്കേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നതോടൊന്നും പിണങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അടുത്തിരിക്കുന്നതെല്ലാം പരിമിതികളും പരിധിയുമുള്ള മനുഷ്യരാ. ഇവിടെ പൂർണ്ണതയുള്ള ഒരു അടുപ്പവും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അവനോട് ചേർന്ന് നിന്ന് ആരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ഈ സഭായോഗത്തിൽ ക്രിസ്തുവിനോട് ഒന്നുകൂടി നമ്മൾ അടുക്കുന്ന ഒരു പകലായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. രാജാക്കന്മാരുടെ പുസ്തകം എഴുതുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു സത്യമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18ഉം 19ഉം അധ്യായങ്ങളിൽ ശുശ്രൂഷ വേണ്ടെന്ന് വെച്ച ഒരു ദൈവഭൃത്യനെ നമുക്കവിടെ കാണാം. ആ മനുഷ്യൻ മറ്റാരുമല്ല, ഏലിയാവായിരുന്നു. ഏലിയാവിൻ്റെ പ്രാർത്ഥന വളരെ ശക്തമായിരുന്നു കേട്ടോ. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ചങ്കിത്തട്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ ചങ്കിത്തട്ടിയുള്ള പ്രാർത്ഥന സഭായോഗത്തിന് പറ്റത്തില്ല. അതിനകത്ത് പല കാര്യങ്ങൾ ചിന്തിക്കണം, പല കാര്യങ്ങൾ ആലോചിക്കണം, ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി പറയണം, ഇച്ചിരി ബുദ്ധിയൊക്കെ വരണം. എന്നാൽ വീടിനകത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രാസത്തിനോ മറ്റ് ചിന്തകളൊന്നും വേണ്ട. അവിടെ വെളിപ്പെടേണ്ടുന്ന പ്രാർത്ഥനയുടെ പേരാ ചങ്കിൽ തട്ടിയുള്ള പ്രാർത്ഥന. ഒറ്റയ്ക്ക് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വെളിപ്പെടേണ്ടുന്ന പ്രാർത്ഥന ചങ്കിൽ തട്ടിയുള്ള പ്രാർത്ഥന. അശേരയുടെയും ബാലിൻ്റെയും ശക്തിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏലിയ പ്രവാചകൻ. അശേര ആരാന്നറിയാമല്ലോ? ദേവതകളുടെ ദേവത. ബാൽ ആരാന്നറിയാമല്ലോ? ദേവന്മാരുടെ ദേവൻ എന്ന് പറഞ്ഞ ദേവന്മാരുടെ തലവനും ദേവതകളുടെ തലവതയും. ഇതിനപ്പുറം ഇനി ഒന്നുമില്ല അവിടെ. ഈ 2 വൻശക്തികളുടെ പ്രവാചകന്മാരെ 850 പേർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അളവിൽ നിൽക്കുക അശേരയും ബാലും. അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ്, അവനൊരു കൂട്ടുകാരനില്ല, സഹായിക്കാൻ ആരുമില്ല, ബലപ്പെടുത്താൻ ആരുമില്ല, തോളെ തട്ടാൻ ആരുമില്ല, പോട്ടെന്ന് പറയാൻ ആരുമില്ല, ധൈര്യത്തോടെ നിൽക്കാൻ പറയാൻ ആരുമില്ല. അവൻ ഒറ്റയ്ക്ക് അവിടെ നിന്നെങ്കിലും അവൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ശക്തി ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു. അവൻ കർമ്മേലിൽ മുഴക്കിയ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഒറ്റ വാചകം: നീ എൻ്റെ ദൈവവും ഞാൻ അങ്ങയുടെ ദാസനും. ഒന്നുകൂടി പറയുന്നു: നീ ഇസ്രായേലിൻ്റെ ദൈവവും ഞാൻ അങ്ങയുടെ ദാസനും. അത് ഈ കർമ്മേലിൽ വെളിപ്പെടുത്തണം. ആ ഒറ്റ ശബ്ദത്തിൻ്റെ മുന്നിൽ ബാലിൻ്റെയും അശേരയുടെയും ശക്തികളെ തകർത്ത് കളഞ്ഞുകൊണ്ട് കർമ്മേലിൽ തീയായിട്ടിറങ്ങിയ ഒരു ദൈവം സ്വർഗത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ ഹൃദയം തട്ടിച്ചല പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നാൽ, ഹൃദയം തട്ടിച്ചല കണ്ണുനീർ തുള്ളികൾ പൊഴിഞ്ഞാൽ, ഹൃദയം തട്ടിച്ചല വേദനയുടെ ശബ്ദം ഉയർന്നാൽ, ഇന്ന് പകലും എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും തീയായി ഇറങ്ങി വരുവാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രാസമൊന്നും വേണ്ട, ഉള്ള വാക്ക് മതി. 2ാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ സഖ്യകക്ഷികൾ പരാജയത്തിന് വക്കി നിൽക്കുക. സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ ഇതെല്ലാം തോക്കും. കാരണം ഹിറ്റ്ലർ വളരെ ശക്തനായിരുന്നു. കൂടെ ജപ്പാൻ വളരെ ശക്തിയുള്ള രാജ്യം. അപ്പം ഈ ജപ്പാന്റെയും ജർമ്മനിയുടെ മുന്നേറ്റത്തെ തടയാൻ അന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും കഴിയാതെ വന്നു. അതിനിടയ്ക്ക് ഹിറ്റ്ലറെ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഇന്ന ദിവസം ഇത്രാം തീയതി 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ബക്കിംഗ്ഹാം പാലസിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചായ കുടിച്ചിരിക്കും എന്നുള്ള ഹിറ്റ്ലറിന്റെ പ്രഖ്യാപനം വന്നപ്പോഴത്തേക്ക് സഖ്യകക്ഷികൾ പരാജയം മണത്തു, അപകടം മണത്തു, വലിയൊരു പ്രതിസന്ധിയായി. അപ്പോൾ ജപ്പാനെ ഒതുക്കിയാലേ യുദ്ധം പിടിക്കാൻ പറ്റത്തുള്ളൂ അമേരിക്കയ്ക്ക് പിടികിട്ടി. പക്ഷെ ജപ്പാനെ തൊടാൻ പറ്റത്തില്ല. ജപ്പാൻ ഒരു വൻ ശക്തിയായിരുന്നു. അതുകൊണ്ട് അവസാനം നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ട് അമേരിക്ക യുദ്ധം ക്ലോസ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ജയിക്കത്തില്ലായിരുന്നു. അതുപോലെ വൻ ശക്തികളായിരുന്നു, മുന്നേറ്റമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ജപ്പാനെ ഒതുക്കുവാൻ വേണ്ടി അമേരിക്ക കണ്ടുപിടിച്ചൊരു വഴി, ഒക്കിനാവോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഒക്കിനാവോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡ് പിടിച്ചെടുത്തിട്ട് അവിടെ ഒരു ബേസ് സ്ഥാപിക്കണം. ആ ബേസിൽ നിന്ന് ജപ്പാനെ ആക്രമിക്കണം. അതായിരുന്നു അമേരിക്കയുടെ പദ്ധതി. എന്നാൽ ഒക്കിനാവോ ജപ്പാന്റെ ദ്വീപാണ്,
പിടിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. 18ാം ബറ്റാലിയനെയാണ് അമേരിക്ക ഒക്കിനാവോ പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിച്ചത്. 18ാം ബറ്റാലിയന് 2 ഡിവിഷനുണ്ട്, എ ഡിവിഷൻ, ബി ഡിവിഷൻ. എ ഡിവിഷൻ ശക്തരായ പടയാളികളായിരുന്നു, യുദ്ധം ചെയ്യാൻ അറിവുള്ളവരും കഴിവുള്ളവരുമായിരുന്നു. അന്ന് യുദ്ധത്തിന് പെൻറ്റഗണിന്റെ നിർദ്ദേശപ്രകാരം 18th ബറ്റാലിയനിലെ എ ഡിവിഷൻ യുദ്ധത്തിന് പോയി. എന്നാൽ അന്ന് തന്നെ എ ഡിവിഷൻ തകർന്ന് തരിപ്പണമായി. ജപ്പാൻ അവരെ തകർത്ത് കളഞ്ഞു. ഒത്തിരി കാഷ്വാലിറ്റീസ് ഉണ്ടായി, ഒത്തിരി പേർ കൊല്ലപ്പെട്ടു. ഭീകരമേറിയ ഒരു യുദ്ധമായിരുന്നു അവിടെ നടന്നത്. അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല, ജപ്പാന്റെ മുന്നിൽ തോറ്റു തുന്നം പാടി. എന്നാൽ പെൻറ്റഗണിൽ അറിയിപ്പ് വന്നപ്പോൾ അവിടുന്ന് തിരിച്ചു കിട്ടിയ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു: ബി ഡിവിഷൻ ഉണ്ടല്ലോ, നാളെ ബി ഡിവിഷൻ യുദ്ധത്തിന് ഇറങ്ങട്ടെ. പക്ഷെ ബി ഡിവിഷൻ വളരെ വീക്കായിട്ടുള്ളൊരു വിഭാഗമായിരുന്നു, ഒട്ടും ശക്തിയില്ലാത്തവരായിരുന്നു, ബലഹീനരായ പടയാളികളായിരുന്നു. നമ്മളിൽ ചിലരൊക്കെ യോഗത്തിന് വന്നിരിക്കുന്നത് പോലെയായിരുന്നു ബി ഡിവിഷൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ചിലരൊക്കെ അങ്ങനെ ആയിരിക്കുന്നത്. എൻ്റെ ദൈവം, ഇതുവരെ എനിക്കൊന്നും ചെയ്തിട്ടുമില്ല, ഇനി ഒട്ടും ചെയ്യുമെന്നും തോന്നില്ല, പിന്നെ വീട്ടിൽ ചെന്ന് അവളൊരു സ്വസ്ഥത തരണ്ടേ, അതുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് ചോദിക്കും, മോളെ നീ യോഗത്തിന് പോയോ, എന്തെങ്കിലും പറയണ്ടേ? വീക്കായിട്ടിരിക്കുക, വീക്ക് ഡിവിഷൻ. അതാണ് 18ാം ബറ്റാലിയനിലെ ബി ഡിവിഷൻ. വളരെ വീക്കാ. യുദ്ധത്തിന് ഇറങ്ങുന്ന മുമ്പ് തോറ്റതുപോലെയാ, ആരാധനയ്ക്ക് വരുന്ന മുമ്പ് ആരാധിച്ച് ക്ഷീണിച്ചതുപോലെയൊക്കെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു അന്നത്തെ ബി ഡിവിഷൻ. വളരെ ബലഹീനമാണ്. അപ്പോൾ ഇതങ്ങ് ഒരു വല്ലാത്ത അവസ്ഥ, അരക്ഷിതാവസ്ഥ എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. അരക്ഷിതാവസ്ഥ. ക്യാപ്റ്റന്മാരുടെ ധൈര്യം പോയോ, ഇവരെ കൊണ്ട് യുദ്ധത്തിന് പോയാൽ ഇവർ നോക്കും, നമ്മളും കൊല്ലപ്പെടും. ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും. രാവിലെ യുദ്ധത്തിന് ഇറങ്ങണം, പെൻറ്റഗണിന്റെ ഓർഡറാ, പുറകോട്ട് മാറാൻ പറ്റത്തില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ക്യാപ്റ്റന്മാർ പകച്ചു നിൽക്കുമ്പോൾ അതിനിടയ്ക്കൊന്ന് ഒരുത്തൻ മുന്നോട്ട് കയറിയിട്ട് പറഞ്ഞു, അവൻ്റെ പേര് ഡെസ്മണ്ട് ഡോസ് എന്നായിരുന്നു. അവൻ പറഞ്ഞു, സാർ 1 മിനിറ്റ് തന്നാൽ ഞാനൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുവരെ തലകുണി ചെയ്യുന്നവനൊക്കെ തലപൊക്കി, ഇതാ ഈ യുദ്ധത്തിനിടയ്ക്ക് ഒരു ഉപദേശിയാരടാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയും യുദ്ധവും തമ്മിൽ എന്താ ബന്ധം? അവർ പരിഹസിക്കുന്നത്, തോറ്റുപോകുന്നതായിട്ട് ഒരു ചിരിയൊക്കെ വന്നു, കളിയാക്കി ചിരിയൊക്കെ വന്നു. ഈ പ്രാർത്ഥന യുദ്ധത്തിനിടയ്ക്ക് പിടിവിട്ട് നിൽക്കുന്ന ക്യാപ്റ്റന്മാരല്ലേ? പ്രധാന ക്യാപ്റ്റൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്ത് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്തെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച ആ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവൻ അറിയത്തില്ല. അവനൊരു സാധാരണ പടയാളിയാ, പൊസിഷനൊന്നും അവനില്ല, ഒരു സാധാരണക്കാരനാ. അവൻ മുന്നോട്ട് കയറി നിന്ന് അമേരിക്കയുടെ 18ാം ബറ്റാലിയനെ ബി ഡിവിഷനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ യുദ്ധത്തിൽ നീ ഞങ്ങളെ ജയിപ്പിക്കണം, നീ അല്ലാതെ ഞങ്ങളെ ജയിപ്പിക്കാൻ മറ്റാരുമില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ തകർന്നു പോയ ഈ യുദ്ധത്തിൽ ഞങ്ങളെ അങ്ങ് ജയിപ്പിക്കണം. ഒറ്റ പ്രാർത്ഥന. പ്രാർത്ഥനയൊന്നും ശരിയായൊന്നുമില്ല, കാരണം പ്രാസമില്ല, വ്യാകരണമില്ല, വാചകങ്ങളില്ല. നീ ഞങ്ങളെ ജയിപ്പിക്കണേ, നീ അല്ലാതെ ഞങ്ങളെ ജയിപ്പിക്കാൻ മറ്റാരുമില്ല. ഒറ്റ പ്രാർത്ഥനയും ഒരു ഫുൾ സ്റ്റോപ്പും. അമേരിക്കയുടെ സൈന്യം യുദ്ധത്തിനിറങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് വൈകുന്നതിന് മുമ്പ് അമേരിക്കയുടെ 18ാം ബറ്റാലിയനിലെ ബി ഡിവിഷൻ ഒക്കിനാവോ പിടിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. പെൻറ്റഗണിലേക്ക് റിപ്പോർട്ട് പോയി. അതാ എൻ്റെ വിഷയം. പെൻറ്റഗണിലേക്ക് റിപ്പോർട്ട് പോകുകയാ, എങ്ങനെ യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചാൽ സ്ട്രാറ്റജി അറിയിക്കണം, കാഷ്വാലിറ്റി അറിയിക്കണം, മരിച്ചവരുടെ എണ്ണം അറിയിക്കണം, എല്ലാം കൂടെ റിപ്പോർട്ട് അന്ന് തന്നെ കൊടുക്കണം. റിപ്പോർട്ട് എഴുതുവാൻ വേണ്ടി മെയിൻ ക്യാപ്റ്റൻ ഇരിക്കുക. മരിച്ചവരൊന്നുമില്ല, യുദ്ധം വളരെ ഈസി ആയിട്ട് ജയിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ ഒരു വെള്ള പേപ്പറിൽ എഴുതിവിട്ട റിപ്പോർട്ട് എന്താണെന്നറിയാമോ? അതാണ് എൻ്റെ വിഷയം. ഡെസ്മണ്ട് ഡോസ് പ്രാർത്ഥിച്ചു, അമേരിക്ക യുദ്ധം ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത്രയേ ഉള്ളൂ. പെൻറ്റഗണിന് മനസ്സിലായില്ല എന്താണ് ഈ പ്രാർത്ഥനയും യുദ്ധവും തമ്മിലുള്ള ബന്ധം. അവർ തിരിച്ചയച്ചു, വിശദമായ റിപ്പോർട്ട് തരാൻ പറഞ്ഞു. 2ാം പ്രാവശ്യവും അതേ വാചകം ആ ക്യാപ്റ്റൻ എഴുതി. ഡെസ്മണ്ട് ഡോസ് പ്രാർത്ഥിച്ചു, നമ്മൾ യുദ്ധം ജയിച്ചു. അന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി, യുദ്ധത്തെക്കാൾ ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കും, നിനക്ക് മറ്റൊന്നിനും കഴിവില്ലായിരിക്കാം. എന്നാൽ നിന്റെ ഇരുണ്ട മുറിക്കുള്ളിൽ നീ ഒരു തുള്ളി കണ്ണുനീർ പൊഴിച്ച് ഒരു 2 വാചകം ദൈവത്തോട് പറഞ്ഞാൽ, കർമ്മേലിൽ തീയായി വന്നവൻ ഇന്ന് പകൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ. റിമാന ശംദന റഗന. ചില ബലഹീന വിഷയത്തിന്റെ മേൽ, തകർന്ന ചില വിഷയത്തിന്റെ മേൽ ശക്തി ചോർന്നു പോയതുപോലെ പിശാച് ഒതുക്കിയ ചില മണ്ഡലങ്ങളുടെ മേൽ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കുന്നവരിൽ അതൊരു ദൈവ ശക്തിയായി തീരട്ടെ. പ്രയർ റൂം പെൻറ്റഗണിന്റെ ഒരു പ്രത്യേകത. വാർ റൂം ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു പ്രയർ റൂമുണ്ട്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തെക്കാൾ ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. ദൈവം ഇടപെട്ടാൽ പിന്നെ ആരെ പേടിക്കണം? ദൈവം ഇടപെട്ടാൽ പിന്നെ എന്തിനെ ഭയപ്പെടണം? ദൈവം ഇടപെട്ടാൽ ഏത് രോഗം നമ്മളെ കീഴ്പ്പെടുത്തും? ദൈവം ഇടപെട്ടാൽ ആർക്ക് നമ്മളെ ഭയപ്പെടുത്തുവാൻ കഴിയും? ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. റമന ശംദന റഗന. ആകുല ചിന്തയോടെ ഇരിക്കുന്ന
പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. യേശു ഇടപെടാൻ പോകുക, സ്വർഗം ഇടപെടാൻ പോകുക. ആ ചെറിയ ചങ്കൊന്ന് തുറന്നു പറ, എന്റെ വിഷയത്തിൽ അങ്ങൊന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. ഒരൊറ്റ മനുഷ്യനെ പോലെ കർമ്മേലിൽ നിന്ന് ജയിച്ചിറങ്ങുന്ന ഏലിയാവിനെ നമുക്ക് കാണാം. എന്നാൽ ഒരു ദിവസം അന്ന് തന്നെ ഇസബേലിന്റെ ശബ്ദം തന്റെ കാതിൽ മുഴങ്ങി. ആ ശബ്ദം അദ്ദേഹത്തെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഏലിയാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു. വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. ആത്മഹത്യ ചെയ്യാൻ ഏലിയാവ് തീരുമാനിച്ചു. അതാണ് ഇന്നലെ ആരായിരുന്നു വീരനായ ഭക്തൻ, ഇന്നാരാ എനിക്ക് ചത്താ മതി, എന്നെ അങ്ങ് കൊന്നേക്ക്, എനിക്കിനി ജീവിക്കണ്ട. എവിടെ പോയി കിടക്കുക? മരുഭൂമി പോയി കിടക്കുക. മരിക്കാൻ വേണ്ടി മരുഭൂമി പോയി കിടക്കുക. ഞാൻ ഈ ഗൾഫിലൊരു സ്ഥലത്തൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു ചെറിയ ചെടി, ഒരു മരം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു സഹോദരൻ ചോദിച്ചു, ആ ചെടി എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയത്തില്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിനാണ് ചൂരച്ചെടി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. വെള്ളമില്ല, നനവില്ല, മഴയില്ല, വളമിടുന്നില്ല, ഉണങ്ങി വരണ്ട മണ്ണ്. അവിടെ ചൂരച്ചെടി നിൽക്കുന്ന നിപ്പ് കാണണമോ? തഴച്ചു വളർന്ന് നിൽക്കുക, പച്ചപ്പ് നിറഞ്ഞു നിൽക്കുക. അവൻ കിടന്ന സ്ഥലം അവൻ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് അവൻ പോയി കിടന്ന സ്ഥലം ഏതാ പ്രിയമുള്ളവരെ? ഒരു സാധ്യതയുമില്ലാത്ത മരുഭൂമിയിലും നിറഞ്ഞ പച്ചപ്പിൽ ഒരു ചെടിയെ പരിപാലിക്കുവാൻ അവൻ കഴിവുള്ള ദൈവമാണെങ്കിൽ, ഇന്ന് പകൽ ആശയറ്റ ചില വിഷയത്തിന്റെ മേൽ ആശയോടെ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാ. ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഏലിയാവ് മരിച്ചാൽ തീരുമാനിച്ചാലും ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്നവനെ മരിക്കാൻ അനുവദിക്കാത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. വരണ്ട മരുഭൂമിയിൽ പച്ചപ്പിൽ ഒരു ചെടിയെ നിർത്തുമെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ശൂന്യതയിലും ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എത്ര പേർ സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കും? വിശ്വസിക്കുന്നവരിൽ അതൊരു ദൈവ ശക്തിയായി തീരട്ടെ. ചില ആകുല ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചില ആങ്സൈറ്റികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചില ടെൻഷനുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് ശരീരങ്ങളുടെ മേൽ മരിക്കുവാൻ വേണ്ടി ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന ഏലിയാവിന്റെ അടുക്കൽ രണ്ടാം പ്രാവശ്യം യഹോവയുടെ ദൂതൻ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് പറഞ്ഞൊരു വാചകം. അതാ എൻ്റെ ഒരു വിഷയം. എന്താ? എറൈസ് ആൻഡ് ഈറ്റ്. അടുത്ത വാചകം എന്താണെന്നറിയാമോ? ഒരു ദൂരയാത്ര. മലയാളത്തിലാ, എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കറക്റ്റ്. എൻ്റെ ഇരിക്കുന്ന ട്രാൻസ്ലേഷൻ എഴുതിക്കുന്നത് എങ്ങനെയായിരുന്നോ? ദ ജേർണി ഈസ് ടു ഗ്രേറ്റ് ഫോർ യു. ശ്രേഷ്ഠമേറിയ ഒരു യാത്ര നിനക്ക് ചെയ്യാനുണ്ട്. ഇസബേലും ആഹാബും തരുന്ന യാത്രയല്ല, ലോകമൊരുക്കുന്ന വഴിയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വാചകം, ഞാൻ ഒരു വഴി തുറക്കാൻ പോകുക. അതിൻ്റെ പേരാ ശ്രേഷ്ഠയാത്ര. ലോങ് എന്ന് പറഞ്ഞ ദൂരയാത്ര എന്നാ, എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാ കറക്റ്റ്. എന്താ? ശ്രേഷ്ഠമേറിയ ഒരു യാത്ര. ജേർണി ഈസ് ടു ഗ്രേറ്റ് ഫോർ യു. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. അവനൊരു പദ്ധതി ഒരുക്കിയാൽ അത് ശ്രേഷ്ഠ പദ്ധതിയാ. അവനൊരു വഴി തുറന്നാൽ അത് ശ്രേഷ്ഠ വഴിയാ. അവനൊരു ആലോചന അറിയിച്ചാൽ അത് ശ്രേഷ്ഠ ആലോചനയാ. അതാണ് ചെങ്കടലിൽ കൂടി തൻ്റെ ജനത്തെ നടത്തേണ്ടി വന്നപ്പോൾ അവൻ അതിൽ കൂടി തന്നെ തൻ്റെ ജനത്തെ നടത്തിയ ദൈവമെങ്കിൽ, ഇന്ന് പകൽ അവനൊരു പാത തുറന്നാൽ അത് ശ്രേഷ്ഠ പാതയായിരിക്കും. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഇസ്രായേലിന് മരുഭൂമിയിൽ ദൈവം പൊഴിച്ചു കൊടുത്ത ഏറ്റവും രുചികരമേറിയ ആഹാരത്തിന്റെ പേരാണ് മന്ന. മന്നയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ആഹാരം വേറെ ആരും കഴിച്ചിട്ടില്ല. അത്രയും ശ്രേഷ്ഠമേറിയ ഒരു ഭോജനം ലോകത്തിൽ ഒരു മനുഷ്യനും രുചിച്ചിട്ടില്ല. അത്രയും ശ്രേഷ്ഠമേറിയത് ആർക്കും കിട്ടിയിട്ടില്ല. അതറിയാവുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കൾ ഒരു കാര്യം ചെയ്തു. അധികം വരുന്നത് സൂക്ഷിച്ച് വെക്കാം. കാരണം ഇനിയും കിട്ടിയില്ല എന്ത് കൊടുക്കും? ഇത്രയും രുചിയുള്ളത്, ഇത്രയും വിലപിടിപ്പുള്ളത് ഇനിയും കിട്ടിയില്ല എന്ത് കൊടുക്കും? അധികം വന്നത് എടുത്ത് കളയാതെ അവർ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ദൈവം അത് സമ്മതിച്ചില്ല. ദൈവം അത് സമ്മതിക്കാതെ പിറ്റേ ദിവസവും മന്ന പൊഴിച്ചു. എന്നിട്ട് ദൈവം എടുത്തു വെക്കരുത്, അടുത്തടുത്ത ദിവസവും മന്ന പൊഴിച്ചു. എന്താ സ്വർഗം ആഗ്രഹിച്ച വസ്തുത എന്നറിയാമോ? നിങ്ങളുടെ ഏതെല്ലാം പ്രൊവിഷൻ അടഞ്ഞാലും എൻ്റെ പ്രൊവിഷൻ അടയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഏതെല്ലാം പദ്ധതികൾക്ക് ഫുൾ സ്റ്റോപ്പ് വീണാലും ഞാൻ ഒരുക്കുന്നതിന് ഫുൾ സ്റ്റോപ്പ് വീഴത്തില്ല. മന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ദിവസവും വേണ്ടത് എന്തെന്ന് അവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും എങ്ങനെ നടത്തണമെന്ന് അവൻ അറിയാം. മന്ന കിട്ടാതെ അവർ പട്ടിണി കിടന്നില്ല. കാരണം അതിൻ്റെ ഉറവിടം ദൈവകരങ്ങളിലായിരുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഒരന്യ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് നിന്നെ വട്ടപൂജ്യമാക്കുന്ന ദൈവത്തെ അല്ല നീ
സേവിക്കുന്നത്, ഓരോ ദിവസവും നിനക്ക് വേണ്ടുന്ന പ്രൊവിഷൻ, നിന്റെ തലമുറകൾക്ക് വേണ്ടുന്ന വഴികളെ തുറന്ന് നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, arise from the dead, then Christ will shine on you. നീ എഴുന്നേറ്റാൽ പ്രകാശത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാം. ഓ റബ ശംദന റഗല പ്രൗഢബലബല ഓ റിമനബലബലബല ശമന റിഗമന ജുബലബലബല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഒരു എഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം. പിന്നെ വായിച്ചാൽ മതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പേര് പ്രത്യേകം നമുക്കറിയാം, ബൈബിൾ ഇൻസൈഡ് ദ ബൈബിൾ. ബൈബിൾ 66 പുസ്തകങ്ങളാണെങ്കിൽ യെശയ്യാ പ്രവാചക പുസ്തകം 66 അധ്യായങ്ങൾ. പഴയ നിയമം പുതിയ നിയമം ഇതും അത് തന്നെയാണ്. ഒരു ഭാഗം പഴയ നിയമ വിഷയങ്ങൾ, ഒരു ഭാഗം യേശു ക്രിസ്തു. അങ്ങനെ ഭംഗിയായി വർണ്ണിച്ചിരിക്കുന്ന ബൈബിളാ പുസ്തകമാ ബുക്ക് ഓഫ് ഐസിയ. നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ 60-ാം അധ്യായം വരുമ്പോൾ പ്രവാചകനായ യെശയ്യാവിന്റെ ഒരു ഗർജന ശബ്ദമുണ്ട്. എന്താ? എഴുന്നേറ്റ് പ്രകാശിക്ക, എറൈസ് ആൻഡ് ഷൈൻ. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അടുത്ത വാചകം, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിയിരിക്കുന്നു, എന്നാൽ നിന്റെ മേലോ യഹോവ ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് ഏറ്റെടുക്കാമോ? എൻ്റെ മേലൊരു പ്രകാശത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. ഓ, ഉറക്കത്തെ നഷ്ടപ്പെടുത്തി മനസ്സിന്റെ സ്വസ്ഥത എടുത്തു കളഞ്ഞ് സമാധാനത്തെ ചോർത്തിക്കളഞ്ഞ് അന്ധകാര ശക്തികൾ തകർത്ത് കളഞ്ഞ ചില മണ്ഡലങ്ങളിൽ നിന്ന് ഒരു കുതിച്ചെഴുന്നേൽപ്പ് പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ഒരുക്കുക. വിശ്വസിക്കുന്ന ചിലരിൽ ഒരു ദൈവശക്തിയായി മാറട്ടെ. ഓ ഹല്ലേലൂയ. Arise and shine. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത സ്ഥലത്തിന്റെ പേര് ഗദസമനെ എന്നായിരുന്നു. ഗദസമനയിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ കിദ്രോൻ തോട് കടന്ന യേശു കയറുന്നത്. കിദ്രോൻ തോട് കടന്ന് യേശു കയറുമ്പോൾ ഈ കിദ്രോൻ ജെറുസലേമിന്റെ ബോർഡറും മൗണ്ട് ഒലിവിന്റെ ബോർഡറും കൂടിയാണ്. ഒലിവ് പർവ്വതത്തിനോട് ചേർന്ന് യെരുശലേം സിറ്റിയോട് ചേർന്ന് ഒഴുകുന്ന നദിയാ കിദ്രോൻ. ഈ നദി ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഗദസമന. കിദ്രോൻ എന്ന പദത്തിന്റെ അർത്ഥം ഡാർക്ക്നെസ് എന്ന, ഇരുട്ടെന്ന സ്ഥലത്തിന്റെ പേര്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ മല നിൽക്കുന്നത് കൊണ്ട് ഇവിടെ സൂര്യൻ എത്ര ശക്തിയിൽ ഉദിച്ചാലും ഇവിടെ മൂടിയേ കിടക്കത്തുള്ളൂ. അന്തരീക്ഷം അങ്ങനെയാ, ഡാർക്ക്നെസ്. ഇതിന് തൊട്ടു താഴെ, കിദ്രോന്റെ തൊട്ടു താഴെ വലിയൊരു സെമിട്രിയാ. എല്ലാം ഇരുണ്ട് കിടക്കുക, ആരും അങ്ങോട്ട് ചെല്ലത്തില്ല. സെമിട്രിയാർ തേടി ആരാ പോകുന്നത്? ധാരാളം ശവകുടീരങ്ങൾ, ഇരുണ്ട സ്ഥലം. യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതിനോട് ചേർന്നുള്ള ഗദസമനയിൽ. അറസ്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി യേശു അവിടെ നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി റോമൻ പടയാളികൾ വന്നു. അവർ യേശു ആരാന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ മുന്നോട്ട് കയറുന്ന യേശു പറഞ്ഞു, ഞാനാകുന്നു നസ്രയനായ യേശു. ഈ ശബ്ദം കേട്ടപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളികൾ തെറിച്ച് താഴെ വീണു. ബൈബിളിൽ എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ നാമം ഉയർന്നപ്പോഴേ അന്ധകാര ശക്തികൾ തെറിച്ചു വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനുശേഷം യൂദ ഇടപെട്ട് യേശുവിനെ കാണിച്ചു കൊടുത്ത് അറസ്റ്റ്. യേശു പറഞ്ഞെങ്കിൽ അവർ സമ്മതിച്ചു. അവർക്ക് സംശയം. യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അറസ്റ്റ് ചെയ്ത പടയാളികൾ പോകുന്ന വഴിക്ക് തന്നെ കൂട്ടുകാരോട് പറഞ്ഞ വാചകമുണ്ട് ബൈബിളിൽ. എന്താണെന്നറിയാമോ? സത്യത്തിൽ നടക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടുമുട്ടി. ഇത്രയ്ക്ക് സത്യമുള്ള ഒരുവനെ ഞങ്ങൾ കണ്ടുമുട്ടി. അവർ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവനല്ല, അവൻ സത്യത്തിൽ നടക്കുന്നവനാണ്. അവന്റെ ശബ്ദം മുഴങ്ങിയപ്പോഴേ ഗദസമനയിലെ ഇരുട്ട് വഴിമാറിയെങ്കിൽ, കിദ്രോന്റെ ഇരുട്ടിന്റെ മുകളിൽ അവന്റെ ശക്തി വ്യാപരിച്ചുവെങ്കിൽ, ഇന്ന് പകൽ അവന്റെ നാമം ഉയർന്നാൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചിലരെ തൊടാൻ പോകുക. നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വേഗ് ഐഡിയ ആണോ മനസ്സിൽ? ഒരു ഡാർക്ക്നെസ് ആണോ മനസ്സിൽ? ഒരു അനിശ്ചിതത്വമാണോ മനസ്സിൽ? ഒരു അരക്ഷിതാവസ്ഥയാണോ? വേണ്ട, ക്രിസ്തു അതിൻ്റെ മേൽ പ്രകാശിക്കാൻ പോകുക. എഫേസോസിലുള്ള സഭയോട് പറഞ്ഞ ദൂത് നമ്മളോടുള്ള ദൂതായി ഏറ്റെടുക്കാം. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ എഴുന്നേൽക്കുവേൻ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമുക്കുള്ളു തുറന്ന് പറയാം,
പറയാം, കർത്താവേ അങ്ങനിൽ ഒന്ന് പ്രകാശിക്കണം, അങ്ങന്റെ ഭാവിയുടെ മേലൊന്ന് പ്രകാശിക്കണം, അങ്ങന്റെ കുഞ്ഞുങ്ങളുടെ മേലൊന്ന് പ്രകാശിക്കണം, അങ്ങന്റെ ഭവനത്തിലൊന്ന് പ്രകാശിക്കണം, അങ്ങന്റെ വീട്ടിലൊന്ന് പ്രകാശിക്കണം, അങ്ങന്റെ ജോലി സ്ഥലത്തൊന്ന് പ്രകാശിക്കണം, ഇരുണ്ട വഴികളിൽ അങ്ങയുടെ പ്രകാശം ഒന്ന് ഉദിക്കണം. ഇന്ന് പകരം ഏൽപ്പിച്ചു കൊടുത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അവനോട് അടുത്ത് നിന്നവരുടെ ഇരുട്ടിന്റെ വ്യാപാരത്തെ ഒരൊറ്റ വാക്കിനാൽ അവൻ സൗഖ്യമാക്കിയ കർത്താവെങ്കിൽ ഇന്ന് പകൽ അവന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ചിലരെ ആശ്വാസത്തോടെ അവൻ മടക്കാൻ പോകുക. ദുഃഖത്തോടെ വന്നതിനെ ആശ്വാസത്തോടെ മടക്കുന്ന പകല, ക്ഷീണത്തോടെ വന്നതിനെ ആരോഗ്യത്തോടെ മടക്കുന്ന പകല, തളർച്ചയോടെ വന്നതിനെ ധൈര്യത്തോടെ മടക്കുന്ന പകല, തളർന്നു വന്നതിനെ ഉന്മേഷത്തോടെ മടക്കുന്ന പകല. ആ ശക്തി യേശുക്രിസ്തുവിന്റെ ശക്തിയാ. ആ വ്യാപാരം പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമാ. ഇന്ന് പകൽ ആ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേലൊന്ന് പ്രകാശിക്കും.